കേൾക്കാൻ പറ്റും. ഞാൻ ഒന്ന് തിരഞ്ഞെടുത്താട്ടെ, അപ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാരാരെങ്കിലും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയിപ്പോൾ നേരത്തെ ചോദിച്ച ആൾ ഇവിടെ ഉണ്ടാ? അത് ഉണ്ടാ? ഉണ്ടല്ലേ. എന്നാൽ ഞാൻ പറയട്ടെ, അതൊന്ന് നിങ്ങൾ കേട്ടോളൂ. ഞാനത് വായിച്ചപ്പോൾ ഞാൻ പിന്നെ മൈക്ക് വിടുന്നതാണ്, പിന്നെ മൈക്കിൽ തുടരാൻ തടസ്സമുണ്ട്. അതായത് മുജാഹിദുകൾ ഈ ഇപ്പോൾ ഗൾഫ് ഡയൽ നെറ്റ് എന്നുള്ള ID ശരിക്കും ശ്രദ്ധിക്കുക. കേൾക്കണില്ലേ? ഞാൻ പറഞ്ഞു കേൾക്കണില്ലേ സുഹൃത്തുക്കൾ? കേൾക്കണില്ലേ? ഉണ്ടല്ലോ അല്ലേ. അതായത് മുജാഹിദുകൾ ഈ ഫജ്ർ സാദിഖ് വെളിവായതിനു ശേഷവും അഥവാ സുബഹി ബാങ്ക് വിളിച്ചതിന് ശേഷവും ഭക്ഷണം കഴിക്കാം എന്നുള്ള വാദം തുടങ്ങിയപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിനെ വിമർശിക്കുകയും അതിനെ ഗണ്ണിക്കുകയും അത് മുസ്ലിം ഉമ്മത്തിന്റെ നോമ്പ് കൂടി തകർക്കുന്ന നിഷ്ഫലമാക്കുന്ന പണിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരിൽ രണ്ടത്താണിയിലെ ISM 1982 സെപ്റ്റംബർ 8 അന്ന് ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ആ ചോദ്യകർത്താവ് കേൾക്കുന്നുണ്ടാ? 1982 സെപ്റ്റംബർ 8. അത് അറിയുന്നവരൊന്ന്, ശബ്ദം കേട്ടവരൊന്ന് കൊല്ലം ഡേറ്റ് അവിടെ അടിച്ചാൽ മതി. എന്നാൽ പിന്നെ എല്ലാവർക്കും 1982 സെപ്റ്റംബർ 8 അവരൊരു മുജാഹിദുകൾ ഒരു പുസ്തകമിറക്കി. അതിൻ്റെ പേര് ചിലന്തി വല. ഞാൻ അതും കൂടി എഴുതിക്കോളൂ. പുസ്തകത്തിൻ്റെ പേര് ചിലന്തി വല. എടാ ഇനി ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. 1982 സെപ്റ്റംബർ 8 രണ്ടത്താണിയിലെ ISM കമ്മിറ്റി അടിച്ചിറക്കിയത്. രണ്ടത്താണി എന്ന് പറയുന്ന മുജാഹിദുകളുടെ പ്രസിഡന്റൊക്കെ ഉണ്ടായിരുന്ന, ഇപ്പോഴും വലിയ നേതാക്കളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. രണ്ടത്താണി സെയ്ദ് മൗലവി എന്ന് പറയുന്നത് അവരുടെ പ്രസിഡന്റായിരുന്നു, ജമിയത്തുൽ ഉലമന്റെ. മനസ്സിലായ? ഉമർ സുല്ലമിൻ്റെ ഒക്കെ നാട്. ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, ചിലന്തി വല എന്ന പുസ്തകത്തിൽ നിന്ന്. നോക്കൂ. എന്നാൽ സുബഹിക്ക് ശേഷമുള്ള അത്താഴത്തെപ്പറ്റി അവർ, അതായത് സുന്നികൾ, വീണ്ടും പറഞ്ഞിരിക്കുന്നു. സുബഹിക്ക് ശേഷമുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം എഴുതിയിട്ടുള്ളത്. എന്നാൽ സുബഹിക്ക് ശേഷമുള്ള അത്താഴത്തെപ്പറ്റി അവർ, അതായത് ബ്രാക്കറ്റിൽ സുന്നികൾ, വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഖുറാഫികൾക്ക് ഹദീസോ അറിയില്ല, അത് പറഞ്ഞു കൊടുത്താലോട്ട് മനസ്സിലാക്കാനും കഴിയില്ല. ആ ഹദീസ് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, പാത്രം കയ്യിലിരിക്കെ നിങ്ങളിലാരെങ്കിലും ബാങ്ക് കേട്ടാൽ അവന്റെ ആവശ്യം കഴിയുന്നത് വരെ അവൻ അത് വെക്കേണ്ടതില്ല. പാത്രം കയ്യിലുണ്ടായാൽ മതി എന്നാണ് ഇപ്പോൾ അവിടെ കേട്ടാ. ആവശ്യം കഴിയണേരെ സുബഹി ബാങ്ക് കൊടുത്തതിൻ്റെ ശാപ്പി പറഞ്ഞു. ഇനി കേട്ടോളൂ. ഈ പറഞ്ഞത് സുബഹിക്ക് മുമ്പുള്ള ബിലാലിന്റെ ബാങ്കിനെ പറ്റിയാണെന്നാണ് ഖുറാഫികളുടെ വ്യാഖ്യാനം. ഏതായാലും ഇശായിന്റെ ബാങ്കിനെ പറ്റിയാണ് എന്ന് പറയാത്തത് ഭാഗ്യം. എന്നാൽ ഖുറാഫികളെ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? ബിലാലിന്റെ സുബഹിയുടെ മുമ്പുള്ള ബാങ്കിന് ശേഷവും ഇബ്നു ഉമ്മു മക്തൂമിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ പാത്രം കയ്യിൽ ഇല്ലാത്തവനും തിന്നുകയും കുടിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ പാത്രം കയ്യിലുള്ളവൻ ആവശ്യം നിർവഹിക്കുന്നത് വരെ എന്ന് പറഞ്ഞതിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഇപ്പറഞ്ഞത് സുബഹിന്റെ ബാങ്കിനെ പറ്റിയാണെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാം. ശ്രദ്ധിക്കേണ്ട സുഹൃത്തെ നിങ്ങൾ, അതായത് ബരബുദ്ധി, ബരമന്ന ബുദ്ധി കേട്ടാ.
അല്ലാതെ ആ ഹദീസിൽ പറഞ്ഞത് എന്താണെന്ന് ഈ ഹദീസ് ഇന്നലെ ഉണ്ടായതല്ലോ. 1400 കൊല്ലായില്ലേ. എത്രയോ മഹാന്മാരായ മുഹദ്ദിസുകളൊക്കെ ഇത് കൈകാര്യം ചെയ്താണല്ലോ. അവരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഇവരെ ബുദ്ധിക്ക് തിരിഞ്ഞത് അങ്ങനെയാണ്. എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് ഇപ്പറഞ്ഞത് സുബഹിന്റെ വാങ്ങിനെ പറ്റിയാണെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാം. അതായത് വഹാബി മുജാഹിദ് ബുദ്ധി വേണം. ഖുറാഫികൾ ഈ ഹദീസുകളൊന്നും പഠിക്കാത്തതിനും കാണാത്തതിനും മറ്റുള്ളവരെയാണോ കുറ്റപ്പെടുത്തുന്നത്? ഇത് നേരത്തെ പറഞ്ഞ ലഘുലേഖയുടെ പേജ് 2-ലാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ചോദ്യകർത്താവിന് മനസ്സിലായോ? ഇതുകൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്, ഇനി വേറെ തരണുണ്ട്. ഇതൊന്നാണ്. ഇനി രണ്ടാമത്തത്, അതിപ്പോൾ അവരുടെ ചെലന്തി വലിയിലുള്ളതാണ്. ഇനി പിന്നെ നമ്മളെപ്പത്തെ മടവൂരി വിഭാഗത്തിലുള്ള വലിയ മുഹദ്ദിസ്, എൻ്റെ ശബ്ദം പോരാ? എൻ്റെ ശബ്ദം പോരെ? കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? ഉണ്ടല്ലേ, പോരാൻ തോന്നുന്നുണ്ടോ? സാധാരണത്തിൽ ഒരിത്തിരി ഞാൻ കുറച്ചിട്ടുണ്ട്, ഒരു ചെറിയ സാങ്കേതിക തടസ്സം മാതിരി. എന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? ഓക്കെ. അപ്പോൾ പിന്നെ മടവൂരി വിഭാഗത്തിൻ്റെ വലിയ മുഹദ്ദിസും നേതാവുമായ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു കേട്ടോളൂ. അത്താഴത്തിൻ്റെ അവസാന സമയം ഏതുവരെയാണെന്ന കാര്യത്തിൽ സ്വഹാബി വര്യന്മാർക്കിടയിൽ തന്നെ ഭിന്നതയുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു മുതലായ പ്രഗൽഭ സ്വഹാബി വര്യന്മാർ സൂര്യൻ ഉദിക്കുന്നത് വരെ അത്താഴം കഴിക്കാറുണ്ടായിരുന്നു എന്ന് അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കേട്ടോ? ബുക്കിനെയും പറഞ്ഞുതരാം. ബുക്കിന്റെ പേര് തന്നെ എന്താണെന്നറിയോ? ബുക്കിന്റെ പേര് തന്നെ ഇളവുകൾ ഇസ്ലാമിക വിധികളിൽ ബൈ അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ, യുവത പ്രസിദ്ധീകരണം, 2000-ലാണ്. പേജ് 84. ഇത് ഇയർ 2000 കേട്ടാ. ഇതൊരു മന്ത്ലി അല്ല, ഇതൊരു സെപ്പറേറ്റ് ഒരു പുസ്തകമാണ്. ഇളവുകൾ ഇസ്ലാമിക വിധികളിൽ ഒരു പുസ്തകമാണ് കേട്ടാ. ഇനി കഴിഞ്ഞിട്ടില്ല. ഇത് അബ്ദുസ്സലാം സുല്ലമിൻ്റെ ഇളവാണ്. ഇനി ഇതാ വളരെ വ്യക്തമായി തന്നെ ഇതൊക്കെ പേര് രണ്ടാകുന്നതിന് മുമ്പ് തന്നെ, സുഹൃത്തെ ലക്കം പറയാൻ ഇതല്ല, ഇതൊരു സെപ്പറേറ്റ് പുസ്തകമാണ്. ഒരു വീക്കിലിയോ മാസികയോ ഒന്നുമല്ല. ഇളവുകൾ ഇസ്ലാമിക വിധികളിൽ എന്ന പേരിൽ അബ്ദുസ്സലാം സുല്ലമി എഴുതി യുവത പ്രസിദ്ധീകരിച്ച് 2000-ൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ 84-ാമത്തെ പേജിലാണ്. കേട്ടില്ലേ? പിന്നെ ഇനി അതിൻ്റെ ഒക്കെ പുറമെ കേട്ടോളൂ. ഇനി ഇവരുടെ ഔദ്യോഗിക മുഖപത്രമായ അൽമനാർ തന്നെ റമദാന്റെ സ്പെഷ്യൽ പതിപ്പിൽ എപ്പോഴാണ് നോമ്പ് തുടങ്ങുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. കേട്ടോളൂ. സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ച് ഭക്ഷണപാനീയങ്ങളും കാമപൂർത്തീകരണവും വർജിക്കുക, കുറ്റകൃത്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക, ശരീരത്തിൻ്റെ ആവശ്യങ്ങളും ഇച്ഛകളും നിയന്ത്രിച്ചു നിർത്തി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സർവാത്മന അനുസരിക്കാൻ പരിശീലനം നേടുക. ഇതാണ് സാങ്കേതികാർത്ഥത്തിൽ ഇസ്ലാമിലെ നോമ്പ്. ഇത് അൽമനാർ വാള്യം 30 നമ്പർ 2 1984 ജൂൺ റമദാൻ സ്പെഷ്യൽ പതിപ്പിൽ
പേജ് 21. 84 അൽമനാറ് വാള്യം 30 നമ്പർ 2 ജൂൺ മാസം പേജ് 21. മുകളിൽ ഒന്നുകൂടി വായിച്ചുതരാം. അതാ വായിച്ചു കേട്ടോളൂ. സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവിൽ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ച് ഭക്ഷണപാനീയങ്ങളും കാമപൂർത്തീകരണവും വർജിക്കുക, കുറ്റകൃത്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക, ശരീരത്തിന്റെ ആവശ്യങ്ങളും ഇച്ഛകളും നിയന്ത്രിച്ചു നിർത്തി അള്ളാഹുവിന്റെ കൽപ്പനകൾ സർവാത്മന അനുസരിക്കാൻ പരിശീലനം നേടുക. ഇതാണ് സാങ്കേതികാർത്ഥത്തിൽ ഇസ്ലാമിലെ നോമ്പ്. ഇപ്പൊ സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവിൽ വളരെ വ്യക്തമായി കേട്ടാ, വളരെ വ്യക്തമായി തന്നെ എന്ത് ചെയ്തു? സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവിൽ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ച് ഭക്ഷണപാനീയങ്ങളും കാമപൂർത്തീകരണവും വർജിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി കേട്ടോളൂ. പിന്നെ സുഹൃത്തെ, ഇതൊരു സെന്റൻസ്, അത് വളരെ വ്യക്തമാണ്. എന്താണ്? ഫർഹ പി സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള കാലയളവിൽ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ച് ഭക്ഷണപാനീയങ്ങളും കാമപൂർത്തീകരണങ്ങളും വർജിക്കുക, കുറ്റകൃത്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുക, ശരീരത്തിന്റെ ആവശ്യങ്ങളും ഇച്ഛകളും നിയന്ത്രിച്ചു നിർത്തി അള്ളാഹുവിന്റെ കൽപ്പനകൾ സർവാത്മന അനുസരിക്കാൻ പരിശീലനം നേടുക. ഇതാണ് സാങ്കേതികാർത്ഥത്തിൽ ഇസ്ലാമിലെ നോമ്പ്. സൂര്യോദയം മുതൽ അസ്തമയം വരെ അങ്ങനെ തന്നെ തുടങ്ങണം കേട്ടാ. പിന്നെ ഇനി കേട്ടോളൂ. ഇനി ഒരു ചോദ്യം. ഇപ്പൊ നേരത്തെ പറഞ്ഞു കണ്ടില്ലേ സുഹൃത്തെ, ദാ ഹദീസൊക്കെ ഉദ്ധരിച്ചിക്കല്ലേ, അതല്ലേ ഇനി ഒന്നുകൂടി പറഞ്ഞേട്ടാ, നിങ്ങൾ ഇത് ചെയ്യണ്ട. അത്താഴത്തിന്റെ അവസാന സമയം ഏതുവരെയാണെന്ന കാര്യത്തിൽ സഹാബി വര്യന്മാർക്കിടയിൽ തന്നെ ഭിന്നതയുണ്ട്. എന്നിട്ട് പറയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു മുതലായ പ്രഗൽഭ സഹാബി വര്യന്മാർ സൂര്യൻ ഉദിക്കുന്നത് വരെ അത്താഴം കഴിക്കാറുണ്ടായിരുന്നു എന്ന് അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടാ, അതിനാണ് അത് സ്ഥിരപ്പെടുത്തുകയാണ്, സൂര്യൻ ഉദിക്കുന്നവരെ. അപ്പൊ സൂര്യോദയം മുതൽ അസ്തമയം വരെയാണ് നോമ്പ്. ഇനിയും കേട്ടോളൂ. ഒരു പിന്നെ ഇസ്ലാം മാസികയിൽ ചോദ്യത്തിന്റെ ഉത്തരം, ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇസ്ലാം മാസിക പ്രസിദ്ധീകരിക്കുന്നു. അത്താഴം കഴിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ എന്തു ചെയ്യണം? ഉത്തരം: നിങ്ങൾക്കാവശ്യമുള്ളത് തിന്നുകൊള്ളുക. അബൂദാവൂദ്. കണ്ടോ? അപ്പോൾ ബാങ്ക് കേട്ട് വെച്ചിട്ടൊന്നും എന്ത് ചെയ്യണ്ട, നിർത്തണ്ട. സുബൈന്റെ ബാങ്ക് കേട്ടാലും നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ആവശ്യം നിറവേറ്റിക്കോളൂ. കണ്ടാ, അങ്ങനെ ഒന്നല്ല ഒന്നിലധികം പ്രസിദ്ധീകരണങ്ങളിൽ, 1/4 ഡസനോളം പ്രസിദ്ധീകരണങ്ങളിൽ ഇസ്ലാമിന്റെ പേജോ ഇസ്ലാമിന്റെ പേജ് പറഞ്ഞു. ഒറ്റ മിനിറ്റ്, വിട്ടു ഒരു മിനിറ്റ്, ഇസ്ലാമിന്റെ പേജ് പറഞ്ഞു. ഒറ്റ മിനിറ്റ്. ഇസ്ലാം മാസിക 1996 ഫെബ്രുവരി, പുസ്തകം 1, ലക്കം 2, പേജ് 6 എഴുതിയാ. 1996 അൽ ഇസ്ലാം മാസിക 1996 ഫെബ്രുവരി, പുസ്തകം 1, ലക്കം 2, പേജ് 6. ചോദ്യം എന്താണ്? അത്താഴം കഴിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ എന്തു ചെയ്യണം? ഉത്തരം: നിങ്ങൾ ആവശ്യമുള്ളത് തിന്നുകൊള്ളുക. അബൂദാവൂദ് ബ്രാക്കറ്റിലും കൊടുത്തിക്കണം. ഇപ്പൊ ഇതിന്നൊക്കെ വ്യക്തമായതെന്ന് എന്താണ്? സൂര്യൻ ഉദിക്കുന്നത് വരെ ചാപ്പാട് തട്ടാന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ മുജാഹിദ്, സാധാരണക്കാരായ മുജാഹിദുകൾക്കൊക്കെ ഇത് ദഹിക്കാൻ കുറച്ചു കാലം കൂടി കഴിയും ചിലപ്പോൾ. എന്നാലും മൗലവിമാരൊക്കെ അവർ ആ സൂര്യൻ ഉദിച്ചത് മുതലുള്ള നോൽമ്പ് തന്നെ പിടിക്കുന്നുണ്ടാവുള്ളൂ.
അവർ സൂര്യൻ ഉദിക്കണവരെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചപ്പാത്തിയും മറ്റൊക്കെ ആ നാസ്തിയൊക്കെ നന്നായിട്ട് ആ പ്രാതലൊക്കെ കുറച്ച് നേരത്തെ തന്നെ നന്നായിട്ട് കഴിച്ച് സൂര്യൻ ഉദിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. സൂര്യൻ ഉദിച്ചത് മുതലേ മൗലവിമാരൊക്കെ ഇപ്പം എന്ത് ചെയ്യണുള്ളൂ, നോമ്പ് പിടിക്കണുള്ളൂ എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിലെ ഇളവുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പ്രത്യേകം ഇളവായി തന്നെ ആ ഇളവുകളെ വിശദീകരിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിൽ തന്നെ അബ്ദുസ്സലാം സുല്ലമി അങ്ങനെ സൂര്യൻ ഉദിക്കുന്നവരെ ചില സഹാബിമാരെ പേരൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ സൂര്യൻ ഉദിക്കുന്നവരേക്കും എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുമുണ്ട്. അതാണ് മുജാഹിദുകളുടെ നോമ്പ് ഇപ്പോൾ എന്ന് ചോദ്യകർത്ത മനസ്സിലായല്ലോ അല്ലേ? സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ മൈക്ക് വിട്ടു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റുള്ള ഉസ്താദുമാർ ആരെങ്കിലുമൊക്കെ